ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്തോന്ന് ആർക്കെങ്കിലും പറയാവോ? ഇന്നത്തെ ദിവസം ഞങ്ങളെ കുട്ടിപ്പട്ടാളങ്ങ ഞങ്ങൾക്ക് കിട്ടിയ ദിവസമാണ്. ജാനു, ജാക്കി, തുമ്പി, ചക്കി ഇവരെ ഞങ്ങൾക്ക് കിട്ടിയ ദിവസമാണ് ഇന്ന്. അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 23 ഞങ്ങൾക്ക് ഇവരെ കിട്ടിയത്. അപ്പോൾ അത് ഞങ്ങൾ സെലിബ്രേഷനൊന്നും അങ്ങനെയൊന്നും ഇല്ല. വേണ്ട നിൽക്കുന്നാണ്ട 4 ആള്, ഒരാൾ ഇവിടെ നിൽക്കുക. ഒരുപാട് എതിർപ്പുകളൊക്കെ തരണം ചെയ്ത് ഇവരെ ഞങ്ങൾ വളർത്തി വലുതാക്കി. ഇപ്പോൾ ഇവർക്ക് 1 വയസ്സായിട്ടുണ്ട്. എൻ്റെ ജാക്കിച്ചാനെ കണ്ട ക്രൂരതകൾ കുറേ അനുഭവിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങളുടെ കൈകളിൽ തന്നെ വന്ന ഞങ്ങളുടെ ജാക്കിച്ചാൻ. ഇവരെ കാണുമ്പോൾ ഒരു സന്തോഷം, അത് എല്ലാവർക്കും മനസ്സിലാവത്തില്ല, അതാണ് പ്രശ്നം. എന്ത് ഭംഗിയാന്ന് നോക്കിയത്. വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ഭംഗി തോന്നത്തില്ല അവരെ, പക്ഷേ ഇവരിവിടെ ഇങ്ങനെ നമ്മൾ കൺമുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഭംഗിയാണ്. എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതാണ്. ചക്കി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചക്കി കുട്ട, തുമ്പി വാ, തുമ്പി തുമ്പി. ഓ പോവേ, ജിമ്മിയുടെ പുറകെ പോവാ, വിളിച്ചാൽ വരത്തില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ തുമ്പി. ജാക്കി ഹാപ്പി ബർത്ത്ഡേ. ജാനു ഇവിടെ, ജാനു ജാനു ഹാപ്പി ബർത്ത്ഡേ. ഈ 4 കുട്ടീസിനെ ഇവർ 3 പേര് അഡോപ്ഷൻ ആയിപ്പോയി. ഇവർ 4 പേരുമാണ് നമുക്ക് ഇവിടെ നിന്ന് പോയവർ. അവിടെ വെയിറ്റ് ചെയ്യുക, ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് അങ്ങ് അപ്പുറം പോകണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. തുറന്നു കൊടുക്കാം. മണിക്കുട്ടിയെ, ഇവിടുത്തെ ഏറ്റവും ഇളയ ആളാണിത് മണിക്കുട്ടി. കൈയൊന്നും വയ്യാത്ത കുഞ്ഞാ. റാണിയെ മുമ്പന്തി നിൽക്കുന്ന, പോയിട്ട് ഇനി മതിലാടും. ഓ പയ്യെ 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 കയറിപ്പോ. ഒന്ന് പോക്കുണ്ടോ എല്ലാവരും കൂടെ. അത് നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി ഈ ക്യാമറയിൽ നമുക്ക് കിട്ടത്തില്ല. ജാനു, ജാക്കി, തുമ്പി, ചക്കിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോയും കൂടെ നമുക്കൊന്ന് കാണാം ഇതിനകത്ത്. ഇവര് 7 പേരെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ 3 പേര് അഡോപ്ഷനായി, ബാക്കി 4 പേരാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവര്. അവരെല്ലാവരും കുട്ടിപ്പട്ടാളങ്ങളും ജിമ്മി റാണിയും എല്ലാം 8 പേരും അങ്ങ് ബാക്കി പോയി. അവരൊന്നിനും രണ്ടിനും. ആ സമയം നോക്കി ഒരുത്തി ഇതിനകത്ത് കയറിയല്ലേ. ഇറങ്ങടി ഇങ്ങോട്ട്. നീ പെണ്ണെ ഇവിടുത്തെ ഏറ്റവും മൂത്ത അമ്മച്ചിയാണ് കേട്ടോ. ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ മുട്ടയിടും. 4 വയസ്സ് 4.5 വയസ്സുണ്ട് അവക്ക്. ഇന്ന് മുട്ടയുണ്ടോ നോക്കിയില്ല. മുട്ടയുണ്ട്, അവരെ തുറന്നു വിട്ടിട്ട് അവരെ അങ്ങ് ബാക്കിലോട്ട് പറഞ്ഞു വിട്ടത്. മുട്ടയുണ്ടോ നോക്കിയില്ല. മുട്ടയുണ്ടോ നോക്കിയിട്ട് വരാം. 2 മുട്ടയുണ്ട്. ജിമ്മിയെ ഞങ്ങൾക്ക് കിട്ടിയത്, ജിമ്മിയെ കിട്ടിയതല്ല, ജിമ്മിയെ ഞങ്ങൾ എടുത്തോണ്ട് വന്നത്. ജിമ്മിയെ ഞങ്ങൾ കൊണ്ടുവന്നത് ഒരു ജനുവരി മാസം 8-ാം തീയതിയാണ്. പിന്നെ മണിക്കുട്ടിയെ കൊണ്ടുവന്നത് ഒരു ജൂൺ മാസം, ഈ വർഷം ജൂൺ 16-ാം തീയതി. പിന്നെ വൈറ്റിയുടെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വൈറ്റിയുടെ റാണിയുടെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. റാണീനെ ഫെബ്രുവരി മാസത്തിലാണ് കൊണ്ടുവന്നത്. ഫെബ്രുവരി 10-ാം തീയതിയാണെന്ന് തോന്നുന്നു. വൈറ്റ് കൊച്ചിൻ്റെ ഡേറ്റ് മാത്രം ഓർമ്മയില്ല. പാവം നിൽക്കുന്നുണ്ട്. വൈറ്റമ്മ ഇഞ്ഞു വാ, പോയില്ല ഇഞ്ഞു വാ. വൈറ്റ് കുട്ടി ഇഞ്ഞു വന്ന്. അവളെ കൊണ്ടുവന്ന ഡേറ്റ് മാത്രം ഓർമ്മയില്ല. ഒരു സെപ്റ്റംബറാണ്, അത് മാത്രം അറിയാം. പക്ഷേ സെപ്റ്റംബർ എത്രാം തീയതിയാണെന്നുള്ളത് അറിയത്തില്ല കറക്റ്റ്. മണിക്കുട്ടിയെ കാറിൻ്റെ അടിയിൽ പോയി കിടന്ന് അതിൻ്റെ അടിയിൽ നിന്ന് പുറത്ത്. അയ്യോ എൻ്റെ ചക്കി, നീ എന്തിനാ ഈ പുറത്ത് ചാടി കയറുന്ന കുഞ്ഞെ? ഒന്ന് അടങ്ങി നില്ലേ. ഇത് കണ്ടോ, പുറത്തെല്ലാം കരിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ മണിക്കുട്ടി? കാറിൻ്റെ അടിയിൽ പോയി കിടന്ന് പുറത്ത് കരിയാക്കി വെച്ചിരിക്കുക. ഓ ഇതാര് ബാക്കിൽ തലങ്ങും വിലങ്ങും തിരിയാക്കത്തില്ല. എവിടെടാ ഇവര് തന്നെ. പോവാൻ താഴാ സുസു കഴിച്ചാ? ടാക്ക് പാപ്പയ്ക്ക് ഓണത്തിന് പൊട്ടിട്ട് കൊടുത്തപ്പോഴത്തേക്ക് സ്ഥാനം തെറ്റിപ്പോ. അവൻ നേരെ നിന്നില്ല. അപ്പോഴത്തേ അത് ഇങ്ങോട്ട് നോക്കട്ടെ. ടാക്കു നോക്കട്ടെ. വേണ്ട, പൊട്ട് തരിഞ്ഞു പോയി ഇട്ട് കൊടുത്തത്. ബാക്കി എല്ലാവരും കറക്റ്റിന് നിന്ന്.
ആ കയ്യിൽ മുട്ട ഇരിക്കുന്നത് പിടിക്കാൻ കയറിയുണ്ടാവൻ. പോവാ താഴാ. റാണി എവിടെ? മതിലാടിയാ റാണി? പോയാ മതിലാടി? ഓ എൻ്റെ പൊന്നോ അതുപോലെ അവിടെ ഉണ്ട്. ഞാൻ കരുതി റാണി മതിലാടിയെന്ന്. അതുപോലെ സ്ഥാനം നോക്കി നടക്കുക, ഒന്നിനും രണ്ടിനും ഉള്ള. മണിക്കുട്ടിയിൽ അവിടെ ഏതോ പോച്ച തിന്നുന്നു, പുല്ല് തിന്നുക. അവരുടെ ദഹനത്തിന് എപ്പോഴും അവർക്ക് പുല്ല് നല്ലതാണ് കേട്ടോ. അത് കഴിക്കുന്ന പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഈ ചക്കി കൊച്ചിനെ എപ്പോഴും ഈ പുറത്ത് ചാടി കയറുക. ഇതിൻ്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. നീ എന്തിനാ ഇങ്ങനെ ചാടി കയറുന്ന ചക്കി? അല്ല എൻ്റെ ഉടുപ്പ് മൊത്തം അഴുക്കാക്കി. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ജന്മതീയതി എന്നാണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഇവരെ കിട്ടിയ ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് ഇവരുടെ ബർത്ത്ഡേ. അപ്പം അതെല്ലാവരുടെ ഒന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് അവരുടെ വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങോട്ട് പോകണ്ട, ഇങ്ങി വാ. കൂട്ടി കയറാൻ സമയമായി, ബാ. കൂട്ടി കയറാൻ സമയമായി, ബാ. ജാക്കി കൂട്ടി കയറാൻ സമയം ഓടിയാ. പിന്നെ ഇനി വൈകുന്നേരം കളിക്കേ. വൈകുന്നേരം വന്നിട്ട് തുറന്നു വിടാം. പോയി കൂട്ടി കയറി ചെല്ലേ കൂട്ടി കയറി. സുന്ദരി നമുക്ക് പിന്നെ എപ്പോഴും ചാടി കയറ്റാം. പാവ കൊച്ച്. ബാ കൂട്ടി കയറാം, ബാ. ഒരു കൂടിൻ്റെ അപ്പുറം ഇപ്പുറം ആയപ്പോഴുള്ള അവസ്ഥ കേട്ടാ. ജാനു വെളിയിലായപ്പോഴത്തേക്ക് ജാനുവിന് മറ്റുള്ളവർ വിരട്ടുവാണേ. അകത്ത് കയറണീന്ന് കൂട്ടിനകത്ത്. ഞാൻ കൂട്ടിൽ കയറിയതാ. അപ്പോഴത്തെ അവിടെ ഒരു അണ്ണാൻ വന്നത് കൊണ്ട് അവൾ പെട്ടെന്ന് ഓടി കൂട്ടിന്ന് വെളിയിലിറങ്ങി. എന്നിട്ട് ഇവരും കൂടെ ഇറങ്ങണ്ടെന്നത് ഞാൻ കൂടെ അങ്ങ് കൂട്ടി. അപ്പോഴത്തേക്ക് അവളെ ഭരിക്കുന്ന എല്ലാവരും കൂടെ. ഇറങ്ങരുത്, കൂട്ടി കയറ്. ഞാന് കയറ്. ഏയ് ജാക്കി മാറാ, ജാക്കി മാറാ. ഞാന് കയറ്. ഗുഡ്. ചേച്ചി കയറ. വരട്ടാതെ അവള് വന്നല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ അവള് വരട്ടുന്നേ? ഇന്നോ അവളൊന്ന് വെളിയിൽ പോയനാ. ഞങ്ങളെ കൂട്ടാതെ എന്തിനടി വെളിയിൽ പോയതെന്ന്. നിങ്ങളെ ആൾക്കാർ കൊള്ളാല്ലേ. അവളൊരു അണ്ണാനെ കണ്ടോണ്ട് പോയതല്ലേ. അപ്പോഴത്തെ നിങ്ങൾ അവളെ അങ്ങ് വരട്ടിയാ അങ്ങനെ ശരിയാവും. ബാക്കി അതിൻ്റെ ഇടയ്ക്ക് പോയി ചോറ് കഴിക്കുന്നേ. രാവിലെ കൊടുത്തപ്പോൾ വേണ്ട. അങ്ങനെ ഞാൻ അതിപ്പോൾ എടുത്ത് കൂട്ടി കൊണ്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അവ അത് കഴിക്കുന്നു. ബൈ.